വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഒരു ചെറിയൊരു ബെഡ്റൂം ബാൽക്കണി സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ കാണുന്നത് ഗ്രാനൈറ്റ് ആണ് സ്റ്റെയറിന്. നല്ല ഗ്രിപ്പോട് കൂടിയിട്ടുള്ള നല്ല മനോഹരമായൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വിൻഡോ കം ഡോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപർപ്പസ് ടൈപ്പാണ്. ഈ ഒരു ഭാഗത്തുള്ള വീടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വീടിനെ വ്യത്യസ്തമാക്കുന്നതും ഇതിൻ്റെ ഡിസൈനിങ് തന്നെയാണ്. നമസ്കാരം, ഞാൻ അപർണ ഷിബിൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ ജില്ലയിലെ വേദപ്പെട്ടി എന്ന സ്ഥലത്താണ്. ഇവിടെ ശ്രീ മെജിന്റെ ഉടമസ്ഥതയിലുള്ള 1575 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കണ്ടംപററി സ്റ്റൈൽ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ആദ്യം സിറ്റ് ഔട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്സിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു വശത്തായിട്ട് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിൽ തന്നെയാണ് സെറ്റ് ചെയ്തത്. ഈ ഒരു പില്ലർ ആണെങ്കിൽ ലാറ്ററൈറ്റിൻ്റെ നാച്ചുറൽ ടൈപ്പുള്ള ഒരു സ്റ്റോണിൻ്റെ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കടന്നു നോക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന വാതിൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ കൂടുതലായിട്ടും വീടുകളിൽ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷോ പീസ് സെറ്റ് ചെയ്യാനുള്ള മൾട്ടിവുഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഗൃഹനാഥന് കിട്ടിയിട്ടുള്ള ട്രോഫീസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ നമ്മുടെ പ്രാർത്ഥനാ കേന്ദ്രം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സോഫയിൽ നിന്ന് വ്യൂ വരുന്ന രീതിയിൽ ഇവിടെ TV സെറ്റ് ചെയ്തിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. പിന്നെ നേരെ ഈ ലിവിങ് ഏരിയയോട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. 6 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബ്ലാക്ക് കളർ ടോപ്പ് വരുന്ന ഒരു ടേബിളും വുഡൻ്റെ ചെയർസുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ സ്റ്റെയറും താഴെയായിട്ട് നമ്മൾ അത്ര കാണാത്ത രീതിയിലുള്ള വേറൊരു ഡിസൈനിൽ വരുന്ന ഒരു വാഷ് ഏരിയ കൂടി ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. അവിടെ അത്യാവശ്യത്തിന് മനോഹരമാക്കുന്നതിനായിട്ടുള്ള കുറച്ച് പ്ലാൻസും ഈ വാഷ് ഏരിയയുടെ താഴെയുള്ള ഏരിയ നമ്മൾ ഇൻവെർട്ടറിൻ്റെ സ്റ്റോറേജ് ഏരിയ ആയിട്ട് യൂസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒന്ന് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒരു പോക്കറ്റ് ടൈപ്പ് വരുന്ന രീതിയിൽ ഒരു കട്ടിങ് വരുന്ന ഒരു പാസേജ് കൂടി കൊടുത്തിട്ടാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹാളിലും ഈ ബെഡ്റൂമിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന സെയിം കളർ ടൈൽസാണ്. ഒരു വൈറ്റിൽ ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈൽസാണ്. പിന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ കണ്ടിരുന്നു നേരെ കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡും അതുപോലെ ബ്ലാക്കും കൂടി വരുന്ന രീതിയിലാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ചെയ്യുന്നതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്പേസ് കുറവുള്ള രീതിയിലുള്ള എന്നാൽ എല്ലാ സൗകര്യങ്ങളും വരുന്ന രീതിയിലുള്ള ഒരു കിച്ചൺ ഏരിയ തന്നെയാണിത്. കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അവിടെ. പുതിയ വീടുകളുടെയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ എല്ലാം ഒരു സ്ട്രീറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ കുറേ വീടുകൾ വരുന്ന രീതിയിലുള്ളൊരു ഏരിയ ആണിത്. ഇനി നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൾട്ടിവുഡാണെന്ന് തോന്നുന്നു അല്ലേ. മൾട്ടിവുഡിൻ്റെ വുഡൻ ഡിസൈൻ വരുന്ന രീതിയിൽ ഈ ഒരു പാർട്ടീഷൻ വരുന്ന ഭാഗം ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ ഓപ്പൺ കിച്ചൺ മാതൃകയിലാണ് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ LED ലൈറ്റ്സൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. വൈറ്റ് കളറാണ് അകത്ത് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. കർട്ടൻസ് ഫുള്ള് ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡുമാണ് വരുന്നത്. നമ്മൾ സ്റ്റെയർ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റ് ഫിനിഷിങ് വരുന്ന ഒരു ഗ്രിപ്പോട് കൂടിയിട്ടുള്ള ഒരു സാധാ ടൈലാണ്. എപ്പോഴും നമ്മൾ കാണുന്നത് ഗ്രാനൈറ്റ് ആണ് സ്റ്റെയറിന്. നല്ല ഗ്രിപ്പോട് കൂടിയിട്ടുള്ള നല്ല മനോഹരമായൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റ് ഔട്ടിലേക്ക് വരുന്ന ഈ ഒരു പോർഷൻസിൽ നമുക്ക് കാണാൻ കഴിയും ഫിൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് ലൈറ്റെല്ലാം ഉള്ളിലേക്ക് വരുന്നുണ്ട്. നല്ല വിസ്താരമുള്ളൊരു ഹാളിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നെത്തുന്നത്. താഴെ കണ്ട അതേ കോമ്പിനേഷൻ തന്നെയാണ് വൈറ്റ് കളറും ഗ്രേ കളർ. നമ്മുടെ ഈ ഒരു ഹാളിൽ കൊടുത്തിരിക്കുന്ന വിൻഡോസ് കണ്ടോ, വളരെ വലുപ്പത്തിൽ നല്ല ലൈറ്റ് വരുന്ന രീതിയിൽ വൈറ്റ് കളറിൽ വരുന്ന വിൻഡോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്തടുത്തായിട്ട് തന്നെ വീടുകൾ വരികയാണ്. ഈ ഭാഗത്തായിട്ട് നമ്മളിവിടെ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സോഫ സെറ്റിങ് കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് ഒരു ഡോറ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പ്രത്യേകം ഓപ്പണർസ് ആയിട്ട് കൊടുക്കാതെ ഇവിടുന്ന് GIൻ്റെ ഒരു സ്റ്റെയർ കൊടുത്തിരിക്കുകയാണ്. മുകളിലെ വാട്ടർ ടാങ്കിലേക്കും അതുപോലെ തന്നെ തുണിയൊക്കെ ഉണക്കുന്നതിനുള്ള പർപ്പസിനൊക്കെ ആയിട്ട് അവിടെയാണ് ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല സ്ട്രെങ്ത് ഉള്ള തരം ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മുകളിൽ നല്ല കാറ്റാണ് ഇവിടെയും. ഈ വീട് മൊത്തത്തിൽ പ്ലാസ്റ്ററിങ് ചെയ്താണെങ്കിലും നമ്മൾ ഈ സ്റ്റെയറിൻ്റെ ഒരു ഭാഗം നോക്കി നമുക്ക് കാണാൻ കഴിയും ഇൻ്റർലോക്ക് ബ്രിക്സ് നല്ല ഫിനിഷിങ്ങിലാക്കി സെറ്റ് ചെയ്ത് ടെറാക്കോട്ട പെയിൻറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് മുകളിൽ നിലയിലെ ഒന്നാമത്തെ കിടപ്പുമുറി വരുന്നത്. നല്ല വിസ്താരമുള്ള രീതിയിലുള്ള ഒരു കിടപ്പുമുറി തന്നെയാണ് ഇത് കേട്ടോ. ഇവിടെയും കൊടുത്തിരിക്കുന്നത് അത്തരത്തിലുള്ള വിൻഡോസാണ്. ഇത് വിൻഡോ കം ഡോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപർപ്പസ് ടൈപ്പാണ്. ലോക്ക്ഡ് ആണെന്ന് തോന്നുന്നു. ഒരു ചെറിയൊരു ബെഡ്റൂം ബാൽക്കണി സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിലൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റ് വീശുന്ന ഒരു ഏരിയ ആണത് കേട്ടോ. നമ്മൾ മലനിരകളൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു വ്യൂ പോയിന്റ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെയും GIൻ്റെ ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ സ്റ്റെയറിലേക്കുള്ള ഒരു ഇത് പറഞ്ഞിരുന്നല്ലോ GIൻ്റെ, അതേപോലെ തന്നെ ഇതും എല്ലാം വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഉള്ള സ്റ്റോറേജ് യൂണിറ്റ് കണ്ടോ, ഇതും വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ബാത്റൂം വരുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള റഫ് മാറ്റ് ഫിനിഷിങ് വരുന്ന രീതിയിലുള്ള ടൈൽസാണ് ബാത്റൂമിൽ മുഴുവൻ യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളർ തന്നെയാണ് നമ്മുടെ വാളിനെല്ലാം കൊടുത്തിട്ടുള്ളത്. നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെഡ്റൂമിൽ നിന്ന് കടക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഇസ്തിരി ഇടാനൊക്കെ ഉള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗവും അതേപോലെ ഇതും എല്ലാം സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തൊട്ടിപ്പുറത്തായിട്ടാണ് ഇവിടുത്തെ മുകളിലെ രണ്ടാമത്തെ കിടപ്പുമുറി വരുന്നത്. ഇതൊരു വുഡൻ ഷെയ്ഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കട്ടിലാണെങ്കിലും അലമാരയും ഒക്കെ വുഡൻ ഷെയ്ഡിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് ഇതിൻ്റെ ബാത്റൂം ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്തായിട്ട് സിറ്റ് ഔട്ടിൻ്റെ മുകളിലായിട്ട് തന്നെയാണ് ഇതിൻ്റെ ബാൽക്കണി കൊടുത്തിട്ടുള്ളത്. നല്ല വെയിലടിക്കുന്നുണ്ട്. ആ ഫ്ലോറിങ്ങിൻ്റെ ലൈറ്റ് ഭയങ്കരമായിട്ട് അടിച്ചു. പക്ഷെ നല്ല സുഖമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ വെയിലുണ്ടെങ്കിൽ പോലും അത്തരത്തിലൊരു ചൂട് ഫീൽ ചെയ്യാത്ത തരത്തിലുള്ളൊരു ഏരിയ ആണിത്. ഇവിടെ നമ്മൾ നേരത്തെ താഴെ കണ്ട പോലത്തെ ലാറ്ററൈറ്റിൻ്റെ ടൈലാണ് പിലറിന് കൊടുത്തിരിക്കുന്നത്. താഴെ കണ്ട അതേപോലെ തന്നെ വാളിൽ ഫിൻസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ള ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നു. വൈറ്റും ഗ്രേ ഷെയ്ഡുമാണ് ഇതിന്റെ എക്സ്റ്റീരിയറിന് നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പെയിന്റിംഗ് തന്നെയാണ്. ഈ ഒരു ഭാഗത്തുള്ള വീടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വീടിനെ വ്യത്യസ്തമാക്കുന്നതും ഇതിന്റെ ഡിസൈനിങ് തന്നെയാണ്. മലപ്പുറം ജില്ലയിലെ ചേളാരിയിലെ ബിൽഡിംഗ് ഡിസൈനേഴ്സ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിർമ്മിച്ചൊരു വീടാണിത്. എന്നിരുന്നാലും തമിഴ് പറയാത്തതിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു. അത്രത്തോളം ഫ്ലുവന്റ് അല്ല തമിഴ് സംസാരിക്കുന്നതിൽ. എന്നിരുന്നാലും നിങ്ങൾക്ക് ഏവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള വീടുകൾ ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച് ചെലവ് ചുരുക്കി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഞങ്ങളെ ബന്ധപ്പെടാം. കേരളത്തിൽ എല്ലാ ജില്ലകളിലും, അതുപോലെ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിലും പൊള്ളാച്ചിയിലും, കർണാടകയിലെ കുടകിലും മൈസൂരുവിലും ഇത്തരത്തിലുള്ള വീടുകൾ നിർമ്മിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീടുകളുടെ വിശേഷങ്ങൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.